നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെപ്പോഴെങ്കിലും ടയർ പഞ്ചറായി വഴിയിൽ പെട്ടുപോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി ഭാവിയിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ പേര് ഹോൾസ് ടയർ വെൽഡ് എമർജൻസി പങ്ചർ റിപ്പയർ എന്നാണ്. ഇത് വളരെ ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ദീർഘദൂര യാത്രകളിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ടയർ പഞ്ചർ ആകുന്ന സമയങ്ങളിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. ദീർഘദൂര യാത്രകളിലൊക്കെ നമുക്കറിയാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ ആണ് പോകുന്നത്. ആ സമയത്ത് ഒരു ടയർ പഞ്ചറായി, നമുക്ക് എവിടെയാണ് അടുത്ത ടയർ പഞ്ചർ ഷോപ്പെന്ന് അറിയില്ല. ആ സ്ഥലത്ത് ഇറങ്ങി കുറേ നേരം അവിടെ നിന്ന് സ്റ്റെപ്പിന് മാറ്റിയിടാൻ പറ്റാത്തൊരവസ്ഥ. അന്നത്തെ സമയങ്ങളിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ്. അതാണ് ഹോൾസിൻ്റെ ടയർ വെൽഡ് എമർജൻസി പങ്ചർ റിപ്പയർ എന്നുള്ളത്. ഇത് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് മറ്റേ ടയർ മാറ്റിയിടുന്നത് പോലെ അത്രയും ആയാസകരമായ ഒരു പരിപാടിയൊന്നും ഇതിനില്ല. വളരെ ഈസിയാണ്. ഇത് നമ്മൾ പെട്ടുപോകുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അവിടുന്ന് വണ്ടിയും എടുത്തുകൊണ്ട് അടുത്തൊരു സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ടയർ പങ്ചർ വർക്ക്ഷോപ്പിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ഒരു പ്രോഡക്റ്റിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇത് ഹോൾസിൻ്റെ എമർജൻസി പങ്ചർ റിപ്പയർ ടയർ വെൽഡാണ്. ഇത് അപ് ടു 14 ഇഞ്ച് റിം സൈസ്, അതായത് 14 ഇഞ്ച് റിം സൈസ് വരെയുള്ള ടയറിന് പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുകളിലേക്കുള്ള വലിയ ടയറുകൾക്കുള്ള പ്രോഡക്റ്റും അവൈലബിൾ ആണ്. ഇതെങ്ങനെയാണ് ഇനി യൂസ് ചെയ്യുന്നത്? അത് വളരെ സിമ്പിളാണ്. അതായത് നിങ്ങൾ ടയർ പഞ്ചറാകുന്ന സമയങ്ങളിൽ, ടയർ പഞ്ചർ എന്ന് പറയുമ്പോൾ ടയർ കീറുക അല്ലെങ്കിൽ സൈഡ് പൊട്ടുക അങ്ങനത്തെ പഞ്ചറുകളൊന്നും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. അതല്ലാതെ ഈ ആണി കുത്തി കയറുക, ചെറിയ പഞ്ചറുകളുണ്ടല്ലോ, ആണി കുത്തിയ അല്ലെങ്കിൽ ചെറിയ കിഴുത്ത വീഴുന്ന പഞ്ചറുകളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് നിങ്ങളുടെ ടയറിൻ്റെ വാൽവിലേക്ക് ഘടിപ്പിക്കുക. വളരെ ഈസിയാണ്. വാൽവിലേക്ക് ഘടിപ്പിക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു റെഡ് പോർഷൻ ഇതുണ്ടോ, ഈ മുകളിലത്തെ ഈ പൊങ്ങിയിരിക്കുന്നത്, ഇതിങ്ങനെ എടുത്ത് കളയുക. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. അതിനുശേഷം ഈ നടുക്ക് കാണുന്ന ഈ റെഡ് പോർഷൻ ഒരു നോബാണ്, അതിങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള വസ്തു നമ്മുടെ ടയറിലേക്ക് കയറുകയും ടയർ വീണ്ടും പഴയ രീതിയിലേക്ക് ആകുകയും ചെയ്യും. അപ്പോൾ തന്നെ ഇത് എം ഡി ആവുന്ന സമയത്ത് ഉടനെ തന്നെ ഇത് ഊരിയെടുക്കുക. അത് ഊരിയെടുത്തതിന് ശേഷം ഈ നോബ് അടയ്ക്കുക. അതിനുശേഷം നമ്മളപ്പോൾ തന്നെ വണ്ടി എടുത്തിട്ട് ഇവർ പറയുന്ന ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുക എന്നുള്ളതാണ്. വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇതിനകത്തുള്ള ആ ഒരു പദാർത്ഥം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കറങ്ങുകയും ആ ഒരു പങ്ചറുള്ള ആ ഒരു കിഴുത്തയിലേക്ക് വന്ന് അടയുകയും ചെയ്യും. അപ്പോൾ വീണ്ടും അതിൽ നിന്ന് എയർ പോവില്ല. അങ്ങനെ വളരെ സേഫായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു പഞ്ചർ ഷോപ്പിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു സേഫായിട്ടുള്ള സ്ഥലത്തെത്തി നമുക്ക് സ്റ്റെപ്പിന് മാറുകയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ദീർഘദൂര യാത്രകളിൽ, അതുപോലെ സ്ത്രീകളൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ, കാരണം സ്ത്രീകൾക്കൊക്കെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്, ആയാസകരമായിട്ടൊന്ന്. ഇപ്പം രാത്രി കാലങ്ങളിലൊക്കെയാണ് യാത്രയെങ്കിൽ സ്റ്റെപ്പിന് മാറുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒറ്റയ്ക്കൊക്കെയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇത് വണ്ടിയിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്നും പെട്ടെന്ന് തന്നെ ഒരു സേഫായിട്ടുള്ള സ്ഥലത്തേക്ക്, പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനെ പഞ്ചറായി പോകുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറാൻ സാധിക്കും, പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വാൽവിലേക്ക് ഇത് ഘടിപ്പിക്കുക, ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് അഡീഷണൽ അഡ്വൈസ് അവർ പറയുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുന്നത്, ഇത് 14 ഇഞ്ച് സ്യൂട്ടബിൾ ഫോർ ടയേഴ്സ് വിത്ത് എ ഡയമീറ്റർ
ഓഫ് അപ് ടു 14 ഇഞ്ച് 14 ഇഞ്ചിൻ്റെ വരെയുള്ള ടയറിനാണ് ഇത് സ്യൂട്ടബിൾ എന്നാണ് പറയുന്നത്. സ്യൂട്ടബിൾ ഫോർ കാർസ്, വാൻസ്, മോട്ടോർ ബൈക്സ്, ട്രെയിലേഴ്സ് ആൻഡ് ക്യാരവാൻസ്. അത് ഇവരുടെ പല പ്രോഡക്റ്റുകളുണ്ട്. ഇതിന് മുകളിലേക്കുള്ള വലിയ ടയറിനുള്ളതും ഉണ്ട്. അപ്പോൾ അത് ഈ കാറിനും വാനിനും മോട്ടോർ ബൈക്കിനും ട്രെയിലറിനും ഒക്കെ പറ്റും. വിൽ നോട്ട് റിപ്പയർ പങ്ക്ചേഴ്സ് കോസ്ഡ് ബൈ ലാർജ് ടിയേഴ്സ്, സൈഡ് വാൾ ഡാമേജ് ഓർ ഇഫ് ടയർ ഹാസ് കം ഓഫ് ദ റിം. ഞാൻ മുമ്പേ പറഞ്ഞു തന്നെ വലിയ കീറലുകളോ അല്ലെ സൈഡ് വാളിലുള്ള പഞ്ചർ ഡാമേജോ അല്ലെങ്കിൽ റിമ്മി നൂരിപ്പോകുന്ന ആ ഒരു സമയത്തൊന്നും ഇത് യൂസ്ഫുൾ ആവില്ല. അത് നമുക്കിതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മുമ്പേ പറഞ്ഞുള്ള ചെറിയ പഞ്ചറുകൾക്ക് യൂസ്ഫുള്ളാണ്. ഇത് ടയർ പ്രഷർ മോണിറ്റർ സേഫ് ഫോർ യൂസ് വിത്ത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. അത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിന് സേഫായിട്ടുള്ള ആണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ സ്റ്റോർ സെക്യൂർലി ഇൻ ബൂട്ട് ഓർ ഗ്ലൗ കമ്പാർട്ട്മെൻറ്റ് ടു പ്രിവെൻറ്റ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി സേഫായിട്ട് വെക്കുക. പിന്നെ ഇത് വെൻ യൂസിങ് ഇൻ ടെമ്പറേച്ചർ ബിലോ ഫ്രീസിങ്, അതൊന്നും നമുക്ക് വേണ്ടി വരില്ല. ഹോൾഡ് ക്യാൻ ഇൻ ഫ്രണ്ട് ഓഫ് കാസ് ഹീറ്റർ വെൻ ടു വാം ബിഫോർ യൂസ്. തണുത്ത് മരവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറ്ററിൻ്റെ ഫ്രണ്ടിലൊന്ന് കാണിക്കുക, അതിനുശേഷം യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സിംഗിൾ യൂസ് ഓൺലി, ഡു നോട്ട് യൂസ് ഫോർ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ. ഒരു പ്രാവശ്യം തുറന്നു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാവൂ, അതിനുശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഒരെണ്ണം വണ്ടിയിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആപത്ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒറ്റയ്ക്കുള്ള ദീർഘദൂര യാത്രകളിൽ, ഒറ്റയ്ക്കെന്നല്ല ദീർഘദൂര യാത്രകളിൽ ഒക്കെ നമ്മളെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്ന, നമുക്ക് അറിയില്ല എവിടെയാണ് ടയർ വർക്ക്ഷോപ്പ് എന്നൊക്കെ അറിയാത്തൊരു സാഹചര്യങ്ങളിൽ നമ്മളെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പേര് മറക്കണ്ട, ഹോൾസിൻ്റെ ടയർ വെൽഡ് എമർജൻസി പങ്ക്ചർ റിപ്പയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു പ്രോഡക്റ്റുമായി കാണാം. അതുവരേക്കും ബൈ.